അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. സുഹൃത്തുക്കളെ, അടുത്തിടെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ മസ്ജിദ് അൽ അക്സയുടെ അടിയിൽ കുഴിച്ച തുരങ്കത്തിലേക്ക് തിരിയാനിടയാക്കിയ ഒരു സംഭവമുണ്ടായി. 16 സെപ്റ്റംബർ 15 തീയതികളിലായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഒരുമിച്ച് ആ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നത് ലോകം കണ്ടു. ഇതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല, മറിച്ച് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനാനുമതിയില്ലാത്ത ഒരു രഹസ്യ പരിപാടിയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് നെതന്യാഹു പറഞ്ഞ വാക്കുകൾ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കുന്നതായിരുന്നു. അദ്ദേഹം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ പറഞ്ഞു, "ഈ നഗരം ഞങ്ങളുടേതാണ്, കാലവും ഞങ്ങളുടേതായിരിക്കും, ഇത് ഒരിക്കലും വിഭജിക്കപ്പെടില്ല. ജെറുസലേം പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെന്നും അതൊരിക്കലും വിട്ടുതരില്ലെന്നും ലോകത്തിനു മുന്നിൽ അദ്ദേഹം വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഫലസ്തീനികളുടെ സ്വത്തായ ഒരു സ്ഥലത്തതായത് ആ തുരങ്കത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയത് എന്നതാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്: എന്തിനാണ് ഇസ്രായേൽ ഈ സന്ദേശം നൽകാൻ ഈ തുരങ്കം തന്നെ തിരഞ്ഞെടുത്തത്? സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു സാധാരണ തുരങ്കമല്ല. ജൂതന്മാരുടെ വാദമനുസരിച്ച് അവരുടെ മൂന്നാം ദേവാലയം, അതായത് ഹൈക്കലെ സുലൈമാനി, സോളമന്റെ ദേവാലയം എവിടെയായിരുന്നുവോ അതേ സ്ഥാനത്ത് നിന്നാണ് ഈ തുരങ്കം ആരംഭിക്കുന്നത്. ഈ പരമ്പരാഗത പാതയിലൂടെ അത് നേരെ മസ്ജിദ് അൽ അക്സയുടെ അടിയിലേക്ക് എത്തുന്നു. പുരാതന കാലത്ത് ഇവിടെ ഒരു മഹത്തായ ആരാധനാലയം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കാലക്രമേണ യുദ്ധങ്ങളും ആക്രമണങ്ങളും അതിനെ നശിപ്പിച്ചുവെന്നും ജൂതറബിമാർ പറയുന്നു. റോമ സാമ്രാജ്യവും മറ്റ് സാമ്രാജ്യങ്ങളും ജെറുസലേമിനെ തകർത്തു അവശേഷിച്ചത് ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോയി. അതിനാൽ ഈ ഖനനം ഒരു ചരിത്ര സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരികയാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ഫലസ്തീനികളും സ്വതന്ത്ര പുരാവസ്തു ഗവേഷകരും ഇതിനെ ഒരു ആസൂത്രിത രാഷ്ട്രീയ നീക്കമായാണ് കാണുന്നത്. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം തദ്ദേശീയരായ ജനങ്ങളെ ദുർബലപ്പെടുത്തുകയും മസ്ജിദ് അൽ അക്സയുടെ അടിത്തറ ഇളക്കുകയുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ തുരങ്കത്തിന് മുകളിലായി നൂറ്റാണ്ടുകളായി സാധാരണ ഫലസ്തീനികളുടെ വീടുകളും കടകളുമാണുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീടുകൾക്ക് താഴെ വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ചപ്പോൾ പല കെട്ടിടങ്ങളുടെയും അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു. ഈ ഖനനം തങ്ങളുടെ കുടുംബങ്ങളെയും ഉപജീവന മാർഗത്തെയും അപകടത്തിലാക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തങ്ങളുടെ വീടുകൾക്ക് താഴെ വാണിജ്യപരവും രാഷ്ട്രീയപരവുമായ ലക്ഷ്യങ്ങൾക്കായി തുരങ്കങ്ങൾ നിർമ്മിക്കുകയാണ്. ഈ തുരങ്കങ്ങൾ ഭാവിയിൽ മസ്ജിദ് അൽ അക്സയിൽ എത്തിച്ചേർന്ന് അതിനെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്തിയേക്കാം. സുഹൃത്തുക്കളെ, ഈ ഭൂഗർഭ തുരങ്കങ്ങളുടെയും ഖനനങ്ങളുടെയും ഒരു പ്രധാന ലക്ഷ്യം സാക്ഷ്യപ്പെട്ടകം അല്ലെങ്കിൽ സക്കീനത്തിന്റെ പേടകം കണ്ടെത്തുകയാണെന്ന് ചില ജൂത സംഘടനകളും യാഥാസ്ഥിതിക വിഭാഗങ്ങളും വിശ്വസിക്കുന്നു. മസ്ജിദ് അൽ അക്സയുടെ പരിസരത്ത്, പ്രത്യേകിച്ച് ഭൂമിക്കടിയിലാണ് ആ പുണ്യപേടകം അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. ആ പേടകം കണ്ടെത്താനായാണ് അവർ രാവും പകലും ഖനനം നടത്തുന്നത്. കാരണം ആ പേടകം കൈവശം വന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴെല്ലാം ആ പേടകം യുദ്ധങ്ങളിൽ കൂടെ കൊണ്ടുപോയോ അപ്പോഴെല്ലാം അവർക്ക് വിജയം ലഭിച്ചിരുന്നു. ഈ പേടകം ബനു ഇസ്രായേൽ സമൂഹത്തിന് വെറും മരവും സ്വർണവും കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക അടയാളമായിരുന്നു. മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് അവതരിപ്പിച്ചപ്പോൾ അതിലെ ചില വിശുദ്ധ കൽപ്പനകളും ഫലകങ്ങളും മറ്റ് പുണ്യവസ്തുക്കളും ഈ പേടകത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ബനു ഇസ്രായേൽ ഈ പേടകത്തെ തങ്ങളുടെ ഗോത്രത്തിന്റെ നടുവിൽ കൊണ്ടു നടന്നിരുന്നു. യുദ്ധമുണ്ടാകുമ്പോൾ അവർ ഈ പേടകം തങ്ങളുടെ സൈന്യത്തിന് മുന്നിൽ വെക്കുമായിരുന്നു. ഇത് അല്ലാഹുവിന്റെ സഹായത്തിനുള്ള മാർഗമാണെന്ന് അവർ വിശ്വസിച്ചു. ഈ പേടകം കൂടെയുണ്ടായിരുന്ന കാലത്തോളം അവർക്ക് പരാജയമെന്തെന്ന് അറിയേണ്ടി വന്നില്ല. ഇതുകൊണ്ടാണ് ആധുനിക കാലത്തെ പല ജൂത വിഭാഗങ്ങളും ആ പേടകം വീണ്ടും കൈക്കലാക്കിയാൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതാപവും ശക്തിയും ലോകമേധാവിത്വവും തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് ദജ്ജാലിന്റെ വരവിനു മുമ്പ് അവർക്ക് ആ പേടകം കണ്ടെത്തണം. കാരണം ദജ്ജാൽ വരുമ്പോൾ ബനു ഇസ്രായേൽ ഈ പേടകവുമായി അവനോടൊപ്പം ചേരുമെന്നും ലോകത്തിന്റെ ഭരണം കൈക്കലാക്കുമെന്നും അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതുകൊണ്ടാണ് ഈ പേടകത്തെ ഒരു സാധാരണ മതചിഹ്നമായിട്ടല്ല, മറിച്ച് അധികാരത്തിന്റെ ഉറവിടമായി അവർ കാണുന്നത്. എന്തായിരുന്നു ഈ പേടകം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമുക്ക് അതിൻ്റെ ചരിത്രം ലളിതമായ വാക്കുകളിൽ മനസ്സിലാക്കാം.
സുഹൃത്തുക്കളെ, സക്കീനത്തിന്റെ പേടകം ഒരു പ്രത്യേകതരം മരം കൊണ്ട് നിർമ്മിച്ച പെട്ടിയായിരുന്നു. അതിൽ സ്വർണം പൂശിയിരുന്നു. അതിനു മുകളിൽ 2 മാലാഖമാരുടെ രൂപങ്ങളുണ്ടായിരുന്നു. അവരുടെ ചിറകുകൾ പരസ്പരം ചേർന്നിരുന്നു. 2 മാലാഖമാരും മുഖാമുഖം വരുന്ന ആ സ്ഥലത്തെ കാരുണ്യത്തിന്റെ സിംഹാസനം എന്ന് വിളിച്ചിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിയാണ് ഈ പേടകം നിർമ്മിച്ചത്. ഇതിൽ തൗറാത്തിന്റെ ഫലകങ്ങളും മൂസാ നബിയുടെ വടിയും മറ്റു ചില പുണ്യവസ്തുക്കളും സൂക്ഷിച്ചിരുന്നു. ഈ പേടകം തങ്ങളുടെ പക്കലുള്ളിടത്തോളം കാലം അല്ലാഹുവിന്റെ കാരുണ്യം തങ്ങളോടൊപ്പമുണ്ടെന്ന് ബനൂ ഇസ്രായേൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് എല്ലാ യുദ്ധങ്ങളിലും യാത്രകളിലും പരീക്ഷണങ്ങളിലും അവർ അത് കൂടെ കൊണ്ടുപോയിരുന്നത്. എന്നാൽ കാലം കടന്നുപോയി. ബനൂ ഇസ്രായേൽ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു അവരിൽ നിന്ന് തന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചെടുത്തു. സക്കീനത്തിന്റെ പേടകം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ശത്രുക്കൾ ആ പേടകം തട്ടിയെടുത്തു എന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ അനുസരണക്കേട് കാണിച്ച ജനതയ്ക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കാൻ അല്ലാഹു തന്നെ അത് ഭൂമിയിൽ ഒളിപ്പിച്ചു എന്നും പറയപ്പെടുന്നു. ആ പേടകം ഏതെങ്കിലും പർവ്വതങ്ങളിലോ ഗുഹയിലോ ആണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് അത് മസ്ജിദ് അൽ അഖ്സയുടെ അടിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇസ്രായേലി സർക്കാരും യാഥാസ്ഥിതിക വിഭാഗങ്ങളും മസ്ജിദ് അൽ അഖ്സയുടെ അടിയിൽ തുരങ്കങ്ങൾ കുഴിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഇതാണ്. ആ പുണ്യപേടകം ഇപ്പോഴും അവിടെ എവിടെയോ ഉണ്ടെന്ന് അവർ കരുതുന്നു. ഈ തുരങ്കങ്ങളുടെ ഉദ്ദേശ്യം പുരാവസ്തു ഗവേഷണം മാത്രമല്ല, ലോകം മുഴുവൻ ഭരിക്കാൻ തങ്ങളെ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന ഒന്നിനെ കണ്ടെത്തുക കൂടിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ പേടകം അവർക്ക് വെറുമൊരു ചരിത്രപരമോ മതപരമോ ആയ ചിഹ്നമല്ല, മറിച്ചത് വീണ്ടും കൈവശപ്പെടുത്തിയാൽ ശക്തിയും സൈനിക വിജയവും രാഷ്ട്രീയ മേൽക്കോയ്മയും നേടാനുള്ള ഒരു രഹസ്യ താക്കോലാണ്. പഴയ കാലത്ത് ബനൂ ഇസ്രായേൽ ഈ പേടകത്തിന്റെ അനുഗ്രഹം കൊണ്ട് വിജയങ്ങൾ നേടിയതുപോലെ ഇന്ന് ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനാലാണ് അവർ രാവും പകലും മസ്ജിദ് അൽ അഖ്സയുടെ അടിയിൽ ഖനനം നടത്തുന്നത്. അവർ ഫലസ്തീനികളുടെ വീടുകൾ തകരുന്നതിനെക്കുറിച്ചോ മസ്ജിദ് അൽ അഖ്സയുടെ അടിത്തറ ദുർബലമാകുന്നതിനെക്കുറിച്ചോ മുസ്ലിം ലോകത്തിന്റെ വികാരങ്ങൾ വ്രണപ്പെടുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. സുഹൃത്തുക്കളെ, സക്കീനത്തിന്റെ പേടകത്തോടൊപ്പം ജൂത വിഭാഗങ്ങൾ തങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കുന്ന മറ്റൊരു കാര്യമുണ്ടതാണ് മൂന്നാം ദേവാലയം. തങ്ങളുടെ മിശിഹ രക്ഷകൻ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ ഭരണം നടത്തുന്നത് ഒരു കാലത്ത് സുലൈമാൻ നബിയുടെ ദേവാലയമുണ്ടായിരുന്ന അതേ സ്ഥലത്തായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനായി ഒരു പുതിയ മഹത്തായ ദേവാലയം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ അഭിപ്രായത്തിൽ ഈ മൂന്നാം ദേവാലയം വെറുമൊരു ആരാധനാലയമായിരിക്കില്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ജൂതഭരണത്തിന്റെ തുടക്കത്തിന്റെ കേന്ദ്രമായിരിക്കും. അതുകൊണ്ട് സക്കീനത്തിന്റെ പേടകം കണ്ടെത്തുകയും മൂന്നാം ദേവാലയം അതേ സ്ഥലത്ത് പുനർനിർമ്മിക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയാകുമ്പോൾ തങ്ങളുടെ മിശിഹ വരുമ്പോഴേക്കും എല്ലാം തയ്യാറായിരിക്കും. ഇതുകൊണ്ടാണ് അവർ മസ്ജിദ് അൽ അഖ്സയുടെ അടിയിൽ തുരങ്കങ്ങൾ കുഴിക്കുന്നതും അതിന്റെ അടിത്തറ ദുർബലമാക്കുന്നതും. മസ്ജിദ് അൽ അഖ്സയെ അവിടെ നിന്ന് മാറ്റി സുലൈമാൻ നബിയുടെ ദേവാലയം പുനർനിർമ്മിക്കുന്നത് തങ്ങളുടെ സ്വപ്നമല്ല, ദൗത്യമാണെന്ന് ചില മതതീവ്രവാദ ഗ്രൂപ്പുകൾ പരസ്യമായി പറയുന്നുണ്ട്. ഇതിനായി അവർ പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവാലയത്തിന്റെ നിർമ്മാണത്തിനുള്ള സാമഗ്രികളും വസ്ത്രങ്ങളും ബലിമൃഗങ്ങളെ വരെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ സ്ഥലം വൃത്തിയാക്കുന്നുവോ അത്രയും വേഗം തങ്ങളുടെ മിശിഹ വരുമെന്നും ലോകത്തിൽ ബനൂ ഇസ്രായേലിന്റെ ഭരണം സ്ഥാപിക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, അവർക്ക് ആ പേടകം ലഭിച്ചാൽ തന്നെ ലോകം ഭരിക്കാൻ കഴിയുമോ? ഒരു മരപ്പെട്ടിക്കൊണ്ട് അവർക്ക് അത്രയധികം ശക്തി ലഭിക്കുമോ? സുഹൃത്തുക്കളെ, ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശക്തി എന്നത് ഏതെങ്കിലും വസ്തുവിൽ മാത്രമല്ല, വിശ്വാസം, നീതി, സത്യസന്ധത, ദൈവപ്രീതി എന്നിവയില്ലാതെ ഒരു ജനതയ്ക്കും വിജയിക്കാനാവില്ല. ഒരു ജനത അക്രമത്തിന്റെയും അനീതിയുടെയും ഗൂഢാലോചനയുടെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ അധികകാലം നിലനിൽക്കില്ലെന്ന് ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് നാമും ജാഗരൂകരായിരിക്കണം. ഇതിനെയെല്ലാം വെറും കഥകളോ കെട്ടുകഥകളോ ആയി കണ്ട് അവഗണിക്കരുത്. ഇതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. സക്കീനത്തിന്റെ പേടകം കണ്ടെത്താനെന്ന വ്യാജേന ഇസ്രായേൽ മസ്ജിദ് അൽ അഖ്സയുടെ അടിത്തറ തോണ്ടുകയാണ്. സുഹൃത്തുക്കളെ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ ചരിത്രം അറിയുകയും
നമ്മുടെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നാം എല്ലാവരുടെയും കടമയാണ്. അപ്പോൾ മാത്രമേ ഞങ്ങൾ ഉണർന്നിരിക്കുകയാണെന്നും മസ്ജിദ് അൽ അഖ്സയെ ഒരു ഒഴിഞ്ഞ മൈതാനമായി ഞങ്ങൾ കാണുന്നില്ലെന്നും ലോകത്തോട് പറയാൻ നമുക്ക് കഴിയൂ. അല്ലാഹു പലസ്തീൻ ജനതയെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.